നമസ്തേ എവരി വൺ. നമുക്കിന്ന് ഈ ബില്യണയർ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് ഒരു 60% ആൾക്കാർ ഇപ്പോഴും കണക്റ്റഡാണ്. ഒരു 30 to 40% ആൾക്കാർ ക്ലാസ് കഴിഞ്ഞ്, ചില ആൾക്കാർ വളരെ സക്സസ്ഫുൾ ആയിരിക്കും, ചില ആൾക്കാർ അത് കഴിഞ്ഞ് വാനിഷ് ചെയ്തു. അപ്പോൾ അവരെ പിന്നെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ സക്സസ്ഫുൾ ആയിരിക്കാം, അല്ലാത്തവരും ഉണ്ടാവാം. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ചില സബ്ജക്ട്സ് അവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് അവരുടെ ബിസിനസ്സിനെ കൂടി സഫർ ചെയ്യുന്നവരുണ്ടെങ്കിൽ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു സപ്പോർട്ടീവ് പ്രോഗ്രാം ചെയ്യാനാണ്. നിങ്ങളുമായിട്ട് നേരിട്ട് ഇൻട്രാക്റ്റ് ചെയ്യണം. പലപ്പോഴും നമുക്ക് ഈ ബിസിനസ് ചെയ്ത് വിജയിക്കാനുള്ള കോഴ്സ്, അല്ലെങ്കിൽ ബില്യണയർ മൈൻഡ് സെറ്റ് പോലുള്ളൊരു കോഴ്സ് എന്ന് പറഞ്ഞാൽ 4 ദിവസം എടുത്തുകൊണ്ട് തീരുമല്ല. 4 ദിവസം എടുത്തുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു സ്ട്രോങ് മൈൻഡ് സെറ്റിൽ വരുവാണ്. കണ്ടിന്യൂസ് ആയിട്ടൊരു 2-3 വർഷമെങ്കിലും കണക്ട് ചെയ്തുള്ള ബിസിനസ്സിനെ കുറിച്ചുള്ള വിസ്ഡം ഉൾപ്പെടുത്തിക്കൊണ്ട് അതുമായിട്ട് ചെയ്യുന്നവരും നമ്മളുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ അത് കഴിഞ്ഞ് ഒരു പക്ഷേ അവർക്ക് കണക്ഷന് പറ്റിയിട്ടില്ല. ഞാനും പലപ്പോഴും പുസ്തകം എഴുത്തും മറ്റുമൊക്കെ ആയിട്ട് ഞാൻ തിരക്കിലായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ ഡിസ്കണക്ഷൻ വന്നിട്ടുള്ളവരെ സംബന്ധിച്ച് മാത്രം. അപ്പോൾ അവർ സഫർ ചെയ്യുന്ന ഏരിയാസ് കാണാം. അവർക്ക് വേണ്ടിയിട്ട് ചില സബ്ജക്ട്സ് ഈ അടുത്ത കാലത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ വരുമെന്നുള്ള ഈ ഇപ്പോൾ വരാൻ പോകുന്നൊരു പ്രോഗ്രാമിൽ നിങ്ങൾക്കത് വലിയ ചിലവൊന്നുമുള്ള കാര്യമല്ല. ഒന്ന് ടൈമിൽ കണക്ട് ചെയ്താൽ മാത്രം മതി. എന്ന് പറഞ്ഞാൽ ഇതിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാട്സപ്പ് അയക്കുന്ന കൂടെ നമുക്ക് ചില കാര്യങ്ങൾ കൂടെ തരേണ്ടതുണ്ട്. അപ്പോൾ അതോടുകൂടി നമുക്ക് വീണ്ടും റെഗുലറായിട്ട് നിങ്ങൾക്ക് ബിസിനസ് വിജയിക്കാനുള്ള കുറേ കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ എമർജൻസി ടോപ്പിക്കായിട്ട് എടുക്കുന്നത്? ഒരുപാട് പേർക്ക് ഈ ക്യാപിറ്റലിൻ്റെ ഇൻസഫിഷ്യൻസി ഉണ്ട്, ഡിഫിക്കൽട്ടി ഇൻ മൊബിലൈസിങ് ക്യാപിറ്റൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് നമ്മൾ വരാൻ പോകുന്ന പ്രോഗ്രാമിൽ പറയുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് റിജക്ഷൻ ഇൻ സെയിൽസ് ഓർ വളരെ പൂറായിട്ടുള്ള സെയിൽസ് വരിക. മറ്റു ചില ആൾക്കാർക്ക് റവന്യൂ ടൂ ലോ, അതുകൊണ്ടാണ് ക്യാഷ് ഫ്ലോ ടൈറ്റ് ആവുകയാണ്. ചില ആൾക്കാർക്ക് വളരെ ഇന്നാഡിക്വേറ്റ് മാർക്കറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഓൺലൈൻ ഒട്ടും പിക്കപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ചില ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ പുവർ പ്രൊഡക്ടിവിറ്റി വരുന്നു. പിന്നെ ഈ കോസ്റ്റിനെ കുറിച്ചുള്ള കോൺഷ്യസ്നസ് ഇല്ലാതെ അതിനകത്തുള്ള ആൾക്കാർ തന്നെ പെരുമാറുന്നതുകൊണ്ടുള്ള പ്രശ്നം. പിന്നെ ചില ആൾക്കാർക്ക് അതല്ല, ഡിഫക്റ്റീവ് പ്രൈസിങ് പോളിസി. നമുക്ക് അത് വിറ്റ് കിട്ടിയാൽ പോലും നമുക്ക് പല ആൾക്കാരുടെയും പ്രൊഡക്റ്റ് ഞാൻ എടുത്തതിൽ പ്രൈസിങ് പോളിസി എടുത്ത് പഠിച്ചു നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് മുതലാക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ വിലയിട്ടുകൊണ്ടിരിക്കുന്നത്. കോമ്പറ്റീഷനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. നമുക്കതിനെ എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും? സ്കിൽ ടു റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് പ്രോഫിറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇനി അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ലീഡ് വളരെ കുറവാണ്, ഇന്നാഡിക്വേറ്റ് ലീഡ്സ്, റെഫറൽസ് വളരെ കുറവാണ്, ക്ലോസിങ് സ്കിൽസ് കുറവാണ്. അതിനെന്താണ് പരിഹാരം? അപ്പോൾ അതുപോലെ ചില ആൾക്കാർക്ക് സെയിൽസ് പേഴ്സൺസ് ഡോണ്ട് നോ ഹൗ ടു സെൽ ഹൈ ഓർ ബിഗ് ഡീൽസ്, വലിയ ഡീൽ ചെയ്യാനായിട്ട് പറ്റാതിരിക്കുക, അതുകൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. ഇനി മറ്റൊരു കാര്യം ചിലപ്പോൾ വരുന്നത് നോട്ട് ഏബിൾ ടു ഗെറ്റ് ന്യൂ കസ്റ്റമേഴ്സ്, പുതിയ ആൾക്കാരെ കിട്ടാതെ വരിക. ചില ആൾക്കാർക്ക് പുവർ പെർഫോമൻസ് അത് വരുവാണ്. അപ്പോൾ പുവർ പെർഫോമൻസ് ഡ്യൂ ടു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, നല്ല ചാനൽ ശരിക്കല്ല. ചില ആൾക്കാർക്ക് ഹൈ റേറ്റ് ഓഫ് എംപ്ലോയി ടേൺ ഓവർ, നമുക്ക് ജോലിക്കാരെ ഇടയ്ക്കിടയ്ക്ക് പിരിഞ്ഞു പോയിട്ട് ആരും ഇല്ലാതെ വരിക, എല്ലാ ആൾക്കാർ കുറഞ്ഞു പോവുക. അതല്ലേ നമുക്ക് വരുന്നത് നെഗറ്റീവ് അപ്രോച്ച് ഓഫ് എംപ്ലോയീസ് ടുവേഴ്സ് ഇന്നോവേഷൻ, ചേഞ്ച് കൊണ്ടുവരുമ്പം എംപ്ലോയീസ് തലതിരിഞ്ഞ് പ്രവർത്തിക്കുക. അതും അല്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് ഓർ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ളത്, ഒരു എക്സസീവ് അൺസ്കിൽഡ് ഫോഴ്സ്. ഒരു കഴിവില്ലാത്ത ആൾക്കാരുണ്ട്. ചില കഴിവില്ലാത്ത ആൾക്കാരുടെ എണ്ണം ചിലപ്പോൾ കൂടുതലായിരിക്കും, കഴിവുള്ളവരില്ലാതിരിക്കുക. ഇനി ചിലത് ടു മച്ച് ലോക്കലൈസ്ഡ് ബിസിനസ്, ആ ലൊക്കാലിറ്റിയിൽ മാത്രമാണ്. നോ റവന്യൂ ഫ്രം ഔട്ട്സൈഡ് ദ ഏരിയ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണും. ഇതിനെല്ലാം പരിഹാരങ്ങളുണ്ട്. ചിലതിന് ലീഗൽ ഇഷ്യൂസും ലിറ്റിഗേഷൻസും, ചിലതിന് ഇൻഫൈറ്റിംഗ് വിത്തിൻ ദ മാനേജ് ടീം, പാർട്ട്നേഴ്സ് നമ്മൾ സ്ഥിരമായിട്ട് അടിയാകുക. ഇനി അതും അല്ലെങ്കിൽ ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് ടൈം വരിക. അതും അല്ലെങ്കിൽ അൺനെസസറി എക്സ്പെൻസ് ആൻഡ് ഹൈ വേസ്റ്റേജ് വരിക, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി താഴെ പോകുന്നു. അതും അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, അവിടെ ഈഗോ ക്ലാഷ് കൊണ്ടോ, അതല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഈഗോ ക്ലാഷ് കൊണ്ടോ, നല്ല ഇൻവെസ്റ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ടോ. പിന്നെ മറ്റൊരു കാര്യം അസോസിയേറ്റിംഗ് വിത്ത് ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് പീപ്പിൾ, അവരുമായിട്ട് ഇതുകൊണ്ടാണ്.
അതും അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് എവറിതിങ്, എന്ത് പറഞ്ഞാലും നെഗറ്റീവ് വരുന്ന, അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെല്ലാം മരുന്നുണ്ട്, പ്രതിവിധികളുണ്ട്. അതല്ല റിഗ്രറ്റ്, ഗിൽറ്റ്, ഫിയർ, ആങ്കർ, സ്ട്രെസ്, ഇതെല്ലാം കയറി മനസ്സ് നയിക്കുക. അതല്ലെങ്കിൽ ലോസ്, ഡെറ്റ്, ലാക്ക് ഓഫ് മണി, ഇതിനൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇല്ലേ ലാക്ക് ഓഫ് എനർജി ആൻഡ് പുവർ ഇനിഷ്യേറ്റീവ്സ്. ആൻഡ് ഇതിനൊക്കെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ദിവസം ഒരിക്കൽ വന്നിട്ട് പോയതുകൊണ്ടായില്ല. ഇനി വരാൻ പോകുന്ന ആൾക്കാർക്കും നേരത്തെ ഉള്ളവർക്കും ഞാൻ പറയുകയാണ്, നേരത്തെ ഉള്ളവരൊരു 30-40% ആൾക്കാരെ പിന്നെ കാണാറില്ല, പക്ഷേ 60% കണക്റ്റഡാണ്. അപ്പം നമുക്കിതൊരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ഒരു 3 വർഷം വരെയെങ്കിലും വേണം. കാരണം ഓരോ സബ്ജക്റ്റ് മാറുന്നതനുസരിച്ചും ബിസിനസ്സിൽ വിജയിക്കും തോറും ചാലഞ്ചസ് വരിക, അത് വിജയിക്കും വീണ്ടും അടുത്ത ചാലഞ്ചസ് വരിക, വീണ്ടും അടുത്ത ചാലഞ്ചസ് വരുവാണ്. അപ്പോൾ ചാലഞ്ചസ് വരുമ്പോഴത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ വേണം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ചെയ്യുന്നത്, നമ്മളുടെ നേരത്തെ കോഴ്സ് കഴിഞ്ഞ് പോയ ആൾക്കാരെ സംബന്ധിച്ച് BMS കഴിഞ്ഞ് പോയ ആൾക്കാർക്ക് ഇപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാം, നമ്മൾ ലൈഫ് ലൈൻ്റെ ഓപ്പറേഷൻസ് വളരെ എക്സ്പെൻസീവാണ്, ഒരുപാട് എംപ്ലോയീസിനൊക്കെ ഇരുത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ക്യാഷ് എടുക്കാനില്ലാത്ത ആൾക്കാർക്ക് ടൈം എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട്, റോളുകൾ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട്, കാരണം ലൈഫ് ലൈനിന് സഹായം വേണ്ട, ഒരുപാട് സഹായം കിട്ടിയാൽ ലൈഫ് ലൈന് വളരാൻ പറ്റിയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പഴയ ആൾക്കാർക്ക്, ഡിഫിക്കൽറ്റി ഉള്ള ആൾക്കാർക്ക് വരാനായിട്ടൊരു റെഫറൽ ബോണസസ് പ്രഖ്യാപിക്കും, ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ പാർട്ട്ണറിങ് വിത്ത് BMS പീപ്പിൾ, നമ്മൾ BMS അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ലൈഫ് ലൈനിൻ്റെ തന്നെ പല ഏരിയയിലെയും പല ടെറിട്ടറിയിലെയും ഓപ്പറേഷൻസ്, ചില ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞൊരു പുതിയ പരിപാടി കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ പൂളിംഗ് റിസോഴ്സസ്, ചില ആൾക്കാർക്ക് അഡ്വർടൈസിങ് കഴിവ് കാണും, ചില ആൾക്കാർക്ക് എംപ്ലോയി റിക്രൂട്ട് ചെയ്യാനുള്ള കഴിവ് കാണും, ചില ആൾക്കാർക്ക് ലോകപരിചയം കാണും, ചില ആൾക്കാർക്ക് പൊളിറ്റിക്കൽ കോണ്ടാക്ട്സ് നല്ലതുപോലെ കാണും. അപ്പോൾ ഇവരെ പലരെയും പോസിറ്റീവ് മൈൻഡഡ് ആൾക്കാരെ ഒന്ന് ചേർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ഉടനെ തന്നെ ലൈഫ് ലൈൻ ഇങ്ങനെ ഒരു സംഭവമായിട്ട് വരും. അപ്പം നമ്മൾ ഒരു 10-200 പേരെ എപ്പോഴും ലൈഫ് ലൈനുമായിട്ട്, ലൈഫ് ലൈൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു, അവരെ തിരിച്ചും ലൈഫ് ലൈൻ ഹെൽപ്പ് ചെയ്യും. അത് മണി ബേസ്ഡൊന്നും ആയിരിക്കത്തില്ല, മ്യൂച്വലി. അപ്പോൾ 2 കൂട്ടരും വളരുക എന്നുള്ളത്. അപ്പോൾ അവിടെ പൂളിംഗ് ഓഫ് റിസോഴ്സസ് ആണ്. പിന്നെ അഡ്വാൻസ്ഡ് ലിവറേജിങ്, അതുപോലെ തന്നെ നമുക്ക് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജീസ് ഇൻ ബിസിനസ്, ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാരിൽ, ഇത് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ചെറുതായിട്ടൊക്കെ പുതുതായിട്ട് വരുന്നവരെ ക്ലാസ് എടുക്കാനും കൂടെ പറ്റുമ്പോഴത്തേക്കും നേരത്തെ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് സംബന്ധിച്ച് വളരെ കുറച്ചെടുത്താൽ പോലും നമുക്കൊന്നും ഇല്ലാതെ വരുന്നവരെ ശരിയാക്കി എടുക്കാമല്ലോ. ഒന്നേന്ന് ആദ്യമേ തന്നെ പിന്നെ ഇപ്പോൾ എൻ്റെ സമയം തന്നെ ഉപയോഗിക്കുന്നതിന് പകരം ഡെഫിനറ്റ്ലി ദെയർ യു ക്യാൻ യൂട്ടിലൈസ് യുവർ ടൈം. നിങ്ങൾക്ക് സമയം ഇവിടെ ഉപയോഗിച്ചിട്ട് ആ ടൈമിന് എക്സ്ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മറ്റ് പല ക്ലാസ്സുകളോ ബെനിഫിറ്റ്സോ കോണ്ടാക്ട്സുകളോ, അപ്പം എനിക്കറിയാമല്ലോ വന്നിട്ട് പോയിട്ടുള്ള ആൾക്കാരുടെ കോണ്ടാക്ട്സ്, അവർ നിങ്ങളുമായിട്ട് മാച്ചിങ് ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരിക, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ടൈം ലെവറേജ് ചെയ്ത് തരുമ്പോഴത്തേക്ക് എനിക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ടൈം ഡിവോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ പണ്ട് പ്രോഗ്രാമിനകത്തൊക്കെ വെച്ച് ബയോഡേറ്റാസ് എടുക്കുമായിരുന്നു. അപ്പോൾ ചില ആൾക്കാരുടെ ബയോഡേറ്റാസ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പേരും ഫോൺ നമ്പരും മാത്രമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ അതേ ബിസിനസ്സിലെ ഈ ബിസിനസ്സുമായിട്ട് പൂരകമാകുന്ന ഗ്യാപ്പ് ഫില്ലിംഗ് ആകുന്ന ചില ബിസിനസ്സുകൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഗ്യാപ്പ് കൊണ്ട് പറ്റാറില്ല. ഞാൻ പല പ്രാവശ്യമായിട്ട് നോക്കി, ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് ബയോഡേറ്റ ഫോം ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ പല ആൾക്കാരും അത് ഡിക്ലൈൻ ചെയ്യാൻ സമയമില്ല, ഓരോ കാര്യങ്ങളും പറഞ്ഞു. അത് കിട്ടിയാലാണ് നിങ്ങളുമായിട്ട് ചില മാച്ച് മേക്കിംഗ് ബിസിനസ്സസ് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വെബ്സൈറ്റുള്ള ആൾക്കാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് പറയുന്നതിന് പകരം നമ്മളെക്കുറിച്ച് വേറെ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, ഇൻറ്റേണ് നമ്മൾ അവരെക്കുറിച്ച് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തപ്പോഴത്തേക്ക് വെബിനകത്ത് ഒരുപാട് പ്രൊമോഷൻസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചില ഫോറിൻ വിസിറ്റ്, ഇപ്പോൾ പിന്നെ ജൈറ്റെക്സിൻ്റെ ഇത് വരുന്നുണ്ട്, ചൈനയിൽ ഒന്നിനോട് ഭയങ്കര ബിസിനസ് ഈവൻറ്റ്സ് വരുന്നുണ്ട്, ജർമ്മനിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ഡീറ്റെയിൽസ് കൂടെ അറിഞ്ഞാലാണ് നിങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ. ഇമെയിൽ വേണം, ഫോൺ നമ്പർ മാറിയിട്ടുണ്ടാകും. പിന്നെ ബിസിനസ് കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ BMS ചെയ്ത് പോയ ആൾക്കാർ തന്നെ ചില നല്ല ടാലൻസും കപ്പാസിറ്റിയും ടീച്ചിങ് സ്കിൽസും ഒക്കെ ഉള്ള ആൾക്കാർ കാണാം. അവർക്ക് നമുക്ക് ബിസിനസ് കോച്ചായിട്ടിരുന്നാൽ ലൈഫ് ലൈനും നല്ലതാണ്, വേറെ ഒരുപാട് കസ്റ്റമേഴ്സിന് അത് വളരെ നല്ലതാവും. പിന്നെ നമുക്ക് DLCD പോലുള്ള പ്രോഗ്രാം, ഏതാണ്ട് 365ഓളം ലൈഫ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും മറ്റ് ബിസിനസ് വിജയിക്കാനുള്ള സ്കില്ലുകളൊക്കെ നമുക്ക് എല്ലാ ദിവസവും
1 മണിക്കൂർ വെച്ച് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ പലരും വന്നിട്ട് പോയിട്ടുള്ള ലൈഫ് ലൈനിൻ്റെ പ്രവൃത്തിയായിട്ടൊരു 20 ടൈംസൊക്കെ നമ്മളെ ഹെഡായിട്ട് എക്സ്പാൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടെ നിങ്ങൾക്ക് ടൈം എക്സ്ചേഞ്ച് പ്രോഗ്രാം വെച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇത് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിലേക്ക് ലൈഫ് ലൈനുമായിട്ട് അഫിലിയേറ്റ് ചെയ്യാനോ അസോസിയേറ്റ് ചെയ്യാനോ താല്പര്യമുണ്ടെന്നൊരു വാട്സപ്പ് അയച്ചാൽ മാത്രം മതി. നമ്മുടെ ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്തോ ഞാനുമായിട്ട് കൂട്ടിമുട്ടിക്കും, ഇരുന്ന് സംസാരിച്ച്, ഇല്ല സൂമിലാണെങ്കിലും ഇരുന്ന് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നമ്മളെക്കൊണ്ട് പ്രതിവിധിയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് പ്രതിവിധിയും മ്യൂച്വലി നമ്മൾ വിൻ വിൻ സിറ്റുവേഷൻ, നിങ്ങളും വിജയിക്കുന്നു നമ്മളും വിജയിക്കുന്നു, ഇനി വരുന്ന ആൾക്കാരും വിജയിക്കുന്ന ഒരവസരത്തിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ലൈഫ് ലൈനിൽ നമുക്കൊരു ഹെൽപ്പ് ചെയ്യുമ്പം ടൈം എക്സ്ചേഞ്ചിനായിട്ട് പകരം ട്രെയിനിങ് കിട്ടണം. ജസ്റ്റ് ഈ ഫോണിൽ നിങ്ങളൊന്ന് ചെയ്താൽ മതി. പിന്നെ വലിയ രീതിയിൽ ടെക്നോളജി സപ്പോർട്ടുണ്ട്, AI സപ്പോർട്ടുണ്ട്. പിന്നെ നമുക്ക് ചില ആൾക്കാർക്ക് സമയത്തിൻ്റെ കുറവുണ്ടാകും. അപ്പോൾ അവരെ നമുക്ക് എങ്ങനെയാണ്, അപ്പോൾ ഇനി ചിലപ്പോൾ ഒരു ഡേറ്റയും ഇല്ലാത്തതായിരിക്കും, പക്ഷേ അവർ നല്ല തകർപ്പൻ ബിസിനസ് ആയിരിക്കും, മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്, എബ്രോഡ് കണക്ട് ചെയ്യേണ്ടത് കാണും. സോ ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ടെക്നോളജി ഉള്ള ആൾക്കാർ നമ്മുടെ ആൾക്കാർ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. ഇൻ ടേൺ നിങ്ങൾക്ക് അതിനകത്ത് വേറെ ചില അഡ്വാൻറ്റേജസ് കിട്ടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ കോച്ചിങ്ങിൻ്റെ മേഖല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ബിസിനസ് പീപ്പിൾ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ചില പ്രോബ്ലംസ് ആയിരിക്കും അവർ വളരാനായിട്ട് തടസ്സം, ചില ഡിസോർഡേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ഡിസോർഡേഴ്സൊക്കെ പരിഹരിച്ച് കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പിന്നെ മൈൻഡിൻ്റെ പ്രോഗ്രാമുകൾ ലൈഫ് ലൈൻ വളരെ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് ലൈൻ്റേതായിട്ടൊരു കെട്ടിടവും വലിയൊരു കാമ്പസും ഒക്കെ വരാനുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് അതിന് ഡ്രീം കൊടുത്ത് അത് നടപ്പിലാക്കാനുള്ള ശ്രമം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നിങ്ങൾ ലൈഫ് ലൈനുമായിട്ട് ഇത് കൂടിച്ചേരേണ്ടതും ലൈഫ് ലൈൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രസ്ഥാനമായിട്ട് ഇതിനെ വളർത്തിക്കൊണ്ടുവരേണ്ടതും. അപ്പോൾ എൻ്റെ കാലശേഷത്തിനകത്താണ് ശേഷമാണെങ്കിലും ലൈഫ് ലൈനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുട്ടികൾക്കും നമുക്കൊക്കെ വേണ്ടിയിട്ട് ഇതിനെ പ്രവർത്തിപ്പിക്കാം. സോ എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്ത് ഈ പറഞ്ഞ ടാലൻറ്റ് എക്സ്ചേഞ്ച് ആൻഡ് ടൈം എക്സ്ചേഞ്ച് നിങ്ങൾക്ക് വളരാൻ പറ്റിയ കാര്യങ്ങൾ ഇവിടെ നിന്ന് നേടുന്നു. നിങ്ങളുടെ സമയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കുന്നു. ഈ പ്രോഗ്രാമൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. ഇപ്പം തന്നെ നിങ്ങൾ ഇതിലായിട്ട് ഒരു ലിങ്ക് ഈ ഫോണിലേക്ക് നിങ്ങൾ അയച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.